ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ 12ാം ക്ലാസ്സിലെ വിശ്വാസ പരിശീലന പാഠാവലിയിലെ 3-ാമത്തെ അധ്യായമാണ് നാം ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മുടെ അധ്യായത്തിന്റെ പേരാണ് എന്റെ അമ്മയും വിശുദ്ധരും. അതെ, അമ്മ എന്ന വാക്ക് നമുക്കെല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ടതാണ്. നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ സ്നേഹിക്കുന്ന, നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു വാക്കാണ് അമ്മ എന്ന വാക്ക്. പിറന്നു വീണ കുഞ്ഞിന് ഈ ലോകത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടത് എപ്പോഴും അമ്മ തന്നെയാണെന്നാണ് പറയപ്പെടുക. ഈ ലോകത്തിൽ നമ്മൾ ജനിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതും വേദനിച്ചതും നമ്മുടെ അമ്മ തന്നെയാണ്. നമ്മുടെ വളർച്ചയുടെയൊക്കെ ഓരോ ഘട്ടത്തിലും അമ്മ നൽകുന്ന സ്നേഹവും കരുതലും നമ്മുടെ ജീവിതത്തെ ഒത്തിരിയേറെ സ്വാധീനിക്കുന്നുണ്ട്. ജീവനുള്ള കാലത്തോളം നമ്മുടെ നന്മ മാത്രം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അമ്മയെ നമ്മൾ മനസ്സിലാക്കി സ്നേഹിച്ചും അനുസരിച്ചും ബഹുമാനിച്ചും ജീവിക്കേണ്ടതാണ്. അതാണ് പൊതുതത്വം. നമ്മുടെ ഈശോ സ്വന്തം അമ്മയെ ഏറ്റവും നന്നായി മനസ്സിലാക്കി സ്നേഹിച്ചും അനുസരിച്ചും ആദരിച്ചും ജീവിച്ചവനാണ്. ഈശോയുടെ മരണസമയത്ത് പോലും അമ്മയെ സ്മരിച്ചിരുന്നു. തന്റെ പ്രിയപ്പെട്ട ശിഷ്യനായ യോഹന്നാന് തന്റെ അമ്മയെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഈശോയുടെ അമ്മ നമ്മുടെയും അമ്മയാണ്. അതുകൊണ്ട് കത്തോലിക്കാ സഭ പരിശുദ്ധ അമ്മയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിന്റെ ശിഷ്യനാകുക എന്നുള്ളതിന്റെ പൂർണ്ണതയാണ് പരിശുദ്ധ മറിയം. അതുകൊണ്ട് തന്നെ ക്രിസ്തു ശിഷ്യനാവുക എന്നതിന് നമുക്ക് അനുകരിക്കാവുന്ന ഏറ്റവും നല്ല മാതൃകയും മധ്യസ്ഥയുമാണ് പരിശുദ്ധ കന്യകാമറിയം. പരിശുദ്ധ കന്യാമറിയത്തെക്കുറിച്ചുള്ള സഭാപ്രബോധനങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത്. പരിശുദ്ധ കന്യാമറിയത്തെക്കുറിച്ചുള്ള സഭയുടെ പ്രബോധനങ്ങൾ പ്രധാനമായും സഭയുടെ പാരമ്പര്യത്തിലും സഭാപിതാക്കന്മാരുടെ പഠിപ്പിക്കലുകളിലും വിശുദ്ധ ഗ്രന്ഥത്തിലും അധിഷ്ഠിതമാണ്. ഈ പഠനങ്ങളൊക്കെ പിന്നീട് പല പല സാർവത്രിക സുനഹോദോസുകളിലും മാർപ്പാപ്പമാർ വ്യക്തത വരുത്തി പ്രബോധന രൂപത്തിൽ നമുക്ക് നൽകിയിട്ടുണ്ട്. പരിശുദ്ധ കത്തോലിക്ക സഭ ഔദ്യോഗികമായി പഠിപ്പിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചുള്ള സഭാ പ്രബോധനങ്ങൾ 4 എണ്ണമാണ്. അവ ഏതെല്ലാമെന്നാണ് വ്യക്തമായി നാം മനസ്സിലാക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തെയാണ് അമലോത്ഭവ എന്ന പ്രബോധനം. അമലോത്ഭവ എന്ന മലയാളം വാക്കിന്റെ അർത്ഥം കൂട്ടുകാർക്കെല്ലാം അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉത്ഭവ പാപമില്ലാതെ ജനിച്ചവൾ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. മനുഷ്യരായി പിറന്ന എല്ലാവർക്കും ഉത്ഭവ പാപം ഉണ്ടെന്നാണ് നാം വിശ്വസിക്കുന്നത്. അപ്പോൾ പിന്നെ മറിയത്തിന് അമലോത്ഭവയാകാൻ സാധിച്ചതെങ്ങനെ? നമുക്കറിയാം, ഗബ്രിയേൽ മാലാഖ മറിയത്തിന്റെ അടുത്ത് വന്ന് പറഞ്ഞത് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ എന്നാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28-ാം വാക്യം. ഒരു ദൈവദൂതന്റെ ഈ അഭിസംബോധന തന്നെ പരിശുദ്ധ മറിയം അമലോത്ഭവയാണെന്ന വിശ്വാസ സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. മറിയത്തിന്റെ ഉദരത്തിൽ വന്നു പിറക്കാനിരുന്ന ദൈവപുത്രനായ ഈശോ മിശിഹായെ പ്രതിയാണ് പിതാവായ ദൈവം പരിശുദ്ധ കന്യാമറിയത്തെ ഉത്ഭവ പാപത്തിൽ നിന്നും പരിരക്ഷിച്ചത്. ഈ വിശ്വാസ സത്യമാണ് വിശുദ്ധ 9-ാം പിയൂസ് മാർപ്പാപ്പ 1854 ഡിസംബർ 8-ന് അവാജ്യനായ ദൈവം എന്ന തിരുവെഴുത്ത് വഴി പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് ഡിസംബർ 8-ന് തിരുസഭ പരിശുദ്ധ കന്യാമറിയത്തിന്റെ അമലോത്ഭവ തിരുനാൾ ആഘോഷിക്കുന്നു. രണ്ടാമത്തെ പ്രബോധനമാണ് ദൈവമാതാവ് എന്നുള്ളത്. മറിയത്തെ എന്തുകൊണ്ടാണ് ദൈവമാതാവ് എന്ന് വിളിക്കുന്നത്? അത് ദൈവപുത്രനായ ഈശോ മിശിഹായുടെ അമ്മ എന്ന അർത്ഥത്തിലാണ് പരിശുദ്ധ കന്യാമറിയത്തെ നമ്മൾ ദൈവമാതാവ് എന്ന് വിളിക്കുന്നത്. അതായത് പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവിനും വസിക്കാനുള്ള ഒരു വാസസ്ഥലമായി പരിശുദ്ധ കന്യാമറിയത്തെ പിതാവായ ദൈവം കണ്ടെത്തുകയായിരുന്നു. AD 431-ൽ എഫേസോസ് സുനഹദോസ് ആണ് മറിയം യഥാർത്ഥത്തിൽ ദൈവമാതാവാണ് എന്ന് പ്രഖ്യാപിച്ചത്. ദൈവമാതാവ് എന്ന അർത്ഥത്തിൽ തിയോടോക്കോസ്, അതായത് ദൈവവാഹക എന്ന ഗ്രീക്ക് പദമാണ് സുനഹദോസ് ഇതിനായി ഉപയോഗിച്ചത്. പരിശുദ്ധ കന്യകാമറിയത്തെ ദൈവമാതാവെന്ന് ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. മംഗളവാർത്തയ്ക്ക് ശേഷം എലിസബത്തിനെ സന്ദർശിക്കാനായി ചെന്ന പരിശുദ്ധ മറിയത്തെ കണ്ട് എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി പരിശുദ്ധ മറിയത്തെ ദൈവമാതാവ് എന്നാണ് അഭിസംബോധന ചെയ്തത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 43-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്കെവിടെ നിന്ന് എന്ന് എലിസബത്ത് ഉറക്കെ വിളിച്ചു പറയുന്നത്. ഇതിൽ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യം,
ദൈവമാതാവ് എന്ന് പറയുമ്പോൾ പിതാവായ ദൈവത്തിന്റെയോ പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെയോ മാതാവ് എന്ന അർത്ഥത്തിലല്ല നാം മനസ്സിലാക്കേണ്ടത്. പിന്നെയോ പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളായ മനുഷ്യനായി അവതരിച്ച ദൈവമായ ഈശോ മിശിഹായുടെ അമ്മ എന്നാണ് ഇതിനെ നാം മനസ്സിലാക്കേണ്ടത്. ഈ വ്യക്തത വരുത്തുന്നതിനാണ് പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിൽ, അതായത് നമ്മളെ പോലുള്ള സഭകളിൽ, ദൈവപുത്രന്റെ മാതാവായ പരിശുദ്ധ കന്യാമറിയത്തെ മിശിഹായുടെ മാതാവ് എന്ന് പ്രത്യേകം വിശേഷിപ്പിക്കുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ പ്രബോധനത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാം. അത് പരിശുദ്ധ ദൈവമാതാവ് നിത്യകന്യകയാണ് എന്നുള്ളതാണ്. മിശിഹായുടെ ജനനത്തിന് മുൻപും ശേഷവും മറിയത്തിന്റെ കന്യകാത്വം ദൈവകൃപയാൽ സംരക്ഷിക്കപ്പെട്ടു. അതിനാൽ മറിയം നിത്യകന്യകയാണ് എന്ന് നാം വിശ്വസിക്കുന്നു. കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക മതബോധന ഗ്രന്ഥത്തിലെ 497 ഭാഗത്തിൽ ഇങ്ങനെ പറയുന്നു: മനുഷ്യബുദ്ധിക്കും മാനുഷിക സാധ്യതകൾക്കും അതീതമായ ഒരു ദൈവിക പ്രവൃത്തിയാലാണ് മറിയത്തിന്റെ ഉദരത്തിൽ ഈശോ ജന്മം കൊണ്ടത്. അത് നമുക്ക് വ്യക്തമായി അറിയാം. സ്ത്രീ പുരുഷ സംയോഗം മൂലമല്ല, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് ഈശോയുടെ ജനനം എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ ആവർത്തിച്ച് പഠിപ്പിക്കുന്നു. കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-20 കന്യക ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കുമെന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ 1-22 പിന്നീട് പറയുന്നു. ഇതിന് തുല്യമായ പഴയ നിയമ പ്രവചനം ഏശയ്യായുടെ പുസ്തകത്തിൽ 7-14 നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്നാൽ മറിയത്തിന് ഈശോയെ കൂടാതെ വേറെയും മക്കളുണ്ടായിരുന്നു എന്ന് വാദിക്കുകയും അതിനായി ഈശോയുടെ സഹോദരങ്ങളെ പറ്റിയുള്ള സുവിശേഷത്തിലെ ചില പ്രതിപാദ്യങ്ങൾ, ഉദാഹരണത്തിന് മത്തായിയുടെ സുവിശേഷത്തിൽ 13-55-56 തെളിവായി കാണിക്കുകയും ചെയ്യുന്ന ചിലരുണ്ട്. എന്നാൽ ഈ വാദഗതികളെ കത്തോലിക്ക സഭ എങ്ങനെയാണ് നിഷേധിക്കുന്നതെന്നും അവ അസത്യമാണ് എന്ന് വാദിക്കുന്നതെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈശോയുടെ മാതൃഭാഷയായ അറമായ ഭാഷയിൽ ഒരേ പിതാവിൽ നിന്നുള്ള സന്താനങ്ങളെയും സഹോദരീ സഹോദരങ്ങളുടെ സന്താനങ്ങളെയും സൂചിപ്പിക്കാൻ ഒരു പദം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതായത് അറമായ ഭാഷയിൽ ഈ രണ്ട് കാര്യങ്ങൾക്കും ഒരേ റൂട്ട് വേർഡ് ആണ് ഉപയോഗിക്കുന്നത്. ഈശോയുടെ സഹോദരന്മാർ എന്ന് ബൈബിളിൽ പറയുന്ന യാക്കോബും ശിമയോനും യൂദാസും ജോസഫും വാസ്തവത്തിൽ ഈശോയുടെ ശിഷ്യയായ മറ്റൊരു മറിയത്തിന്റെ മകളാണ്. ഉദാഹരണം മത്തായിയുടെ സുവിശേഷം 13-55 ഈ മറിയത്തെയാണ് മത്തായി സുവിശേഷകൻ മറ്റേ മറിയം എന്ന് വിശേഷിപ്പിക്കുന്നത്. പഴയ നിയമ ശൈലിയിലാകട്ടെ ഇവർ അടുത്ത ബന്ധുക്കളാണ്. പഴയ നിയമത്തിൽ ഒരേ മാതാപിതാക്കളിൽ നിന്നും ജനിച്ചവരെ മാത്രമല്ല സഹോദരൻ എന്ന് വിളിച്ചിരുന്നത്, ഒരേ വർഗത്തിലും ഗോത്രത്തിലും കൂട്ടുകുടുംബത്തിലും പെട്ടവരെയും സഹോദരങ്ങൾ എന്നാണ് വിളിച്ചിരുന്നത്. ഇനി അതിലേറെ പ്രധാനപ്പെട്ട കാര്യം, പരിശുദ്ധ മറിയത്തിന് വേറെ മക്കളുണ്ടായിരുന്നുവെങ്കിൽ കുരിശിന്റെ ചുവട്ടിൽ ഈശോയും മാതാവായ മറിയവും ശിഷ്യനായ യോഹന്നാനും തമ്മിലുണ്ടായ സംഭാഷണത്തിന് യാതൊരു പ്രസക്തിയും ഉണ്ടാകുമായിരുന്നില്ല. കാരണം ചരിത്രപരമായി ചിന്തിച്ചാൽ മാതാവിനെ ഏറ്റെടുക്കാൻ മറ്റു മക്കൾ കടന്നു വരേണ്ടതായിരുന്നു. ഇതിൽ നിന്നെല്ലാം വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മറിയത്തിന്റെ നിത്യ കന്യകാത്വത്തെക്കുറിച്ച്. ആദിമ സഭാപിതാക്കന്മാർ ആവർത്തിച്ച് പഠിപ്പിച്ചിരുന്ന മറിയത്തിന്റെ ഈ നിത്യ കന്യകാത്വത്തെ AD 553 5-ാം കോൺസ്റ്റാന്റിനോപ്പിൾ സുനഹദോസ് ആണ് ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കുന്നത്. നാലാമത്തെ പ്രബോധനമാണ് പരിശുദ്ധ കന്യകാമറിയം സ്വർഗാരോപിതയാണ് എന്നുള്ളത്. സ്വർഗാരോപിത എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടവൾ എന്നാണ്. ഈ വിശ്വാസം അതിപുരാതന കാലം മുതൽ നമ്മുടെ സഭയിൽ നിലനിന്നിരുന്നു. അതിന്റെ കാരണങ്ങൾ പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, മറ്റു വിശുദ്ധരുടെയോ അപ്പസ്തോലന്മാരുടെയോ പേരിൽ ഉള്ളതുപോലെ മറിയത്തിന്റെ പേരിൽ തിരുശേഷിപ്പുകൾ ഒന്നും തന്നെ ആദിമസഭയിൽ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ നിലനിൽക്കുന്നുമില്ല. അതുപോലെ തന്നെ മറിയത്തിന്റെ പേരിൽ ഒരു ശൂന്യമായ കല്ലറ അതിപുരാതന കാലം മുതലേ സിയോനിൽ ഉണ്ടായിരുന്നു. തുടക്കം മുതലേ സഭ വിശ്വസിച്ചിരുന്ന ഈ വിശ്വാസ സത്യം 1950 നവംബർ 1 അത്യുദാരനായ ദൈവം എന്ന തിരുവെഴുത്ത് വഴി 12-ാം പിയൂസ് മാർപ്പാപ്പ വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 15 നമ്മുടെ ആഗോള കത്തോലിക്ക സഭയിൽ മാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുന്നത്. ഓഗസ്റ്റ് 15 ആദ്യമായി സ്വർഗാരോപണ തിരുനാളായി പ്രഖ്യാപിച്ചത് 5-ാം നൂറ്റാണ്ടിലെ അലക്സാണ്ട്രിയയിലെ വിശുദ്ധ സിറിലാണ്. ഇനി നമ്മുടെ പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിൽ ഈ സ്വർഗാരോപണ തിരുനാൾ മറിയത്തിന്റെ ശൂനായ തിരുനാൾ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. സ്ഥലം മാറ്റം, കടന്നുപോകൽ എന്നൊക്കെയാണ് ശൂനായ എന്ന വാക്കിന്റെ അർത്ഥം. അതായത് അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്: പരിശുദ്ധ കന്യാമറിയം
നമ്മുടെ ഈ ലോകത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് സ്ഥലം മാറ്റപ്പെട്ടു എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ആത്മശരീരങ്ങളോടുകൂടെ ലോകത്തിലുണ്ടായിരുന്ന അതേ അവസ്ഥയിൽ തന്നെ സ്വർഗത്തിലേക്ക് മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. സ്വർഗാരോപണ തിരുനാളിന് സീറോ മലബാർ സഭ മറിയത്തിന്റെ കരേറ്റ തിരുനാൾ എന്നാണ് വിളിച്ചിരുന്നത്. ഇവയാണ് പരിശുദ്ധ കന്യാമറിയത്തെക്കുറിച്ചുള്ള 4 പ്രധാന പ്രബോധനങ്ങൾ തിരുസഭ പഠിപ്പിക്കുന്നത്. പരിശുദ്ധ മറിയം ഈശോയുടെ അമ്മയായതുകൊണ്ട് നമ്മുടെയും അമ്മയാണ്. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് യോഹന്നാന് നൽകിയ കൽപ്പന മുഴുവൻ സഭയെയും മറിയത്തിന് ഭരമേൽപ്പിക്കുന്ന ഒരു പ്രവൃത്തി തന്നെയായിരുന്നു. അങ്ങനെ മറിയം നമ്മുടെയും അമ്മയാണ്. യുകാറ്റ് പുസ്തകത്തിൽ 85-ാമത്തെ ചോദ്യത്തിൽ ഇത് വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. ഭൂമിയിലായിരിക്കുമ്പോൾ മറിയം മറ്റുള്ളവർക്ക് വേണ്ടി ഈശോയുടെ മാധ്യസ്ഥം വഹിച്ചു. നമുക്കറിയാം, കാനായിലെ വിവാഹ വിരുന്നിലും പന്തക്കുസ്താ ദിനത്തിലെ പ്രാർത്ഥനാ കൂട്ടായ്മയിലും മറിയത്തിന്റെ ജീവിതത്തിലുടനീളവും തന്റെ ചുറ്റുമുള്ളവർക്ക് വേണ്ടി ഈശോയുടെ അടുത്ത് മാധ്യസ്ഥം വഹിക്കുന്ന ഒരു വ്യക്തിയായാണ് പരിശുദ്ധ കന്യകാമറിയം വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണപ്പെടുന്നത്. അതേ ആത്മശരീരങ്ങളോടുകൂടെ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് മാറ്റപ്പെട്ടപ്പോഴും പരിശുദ്ധ കന്യാമറിയം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയും ഇത് തന്നെയാണെന്ന് ഒരു സാധാരണ മനുഷ്യന്റെ ലോജിക്കിലൂടെ ചിന്തിച്ചാൽ നമുക്ക് വളരെ ഭംഗിയായി മനസ്സിലാക്കാൻ സാധിക്കും. അതായത് സ്വർഗത്തിലേക്ക് ശരീരത്തോടുകൂടി എടുക്കപ്പെട്ട നമ്മുടെ അമ്മ ഈശോയുടെ അടുത്തിരുന്ന് രക്ഷാകരമായ ഈ ദൗത്യം തുടർന്നുകൊണ്ടിരിക്കുന്നു. മക്കളായ നമുക്ക് നിത്യരക്ഷ നേടിത്തരാനായി വിവിധ തരത്തിലുള്ള മാധ്യസ്ഥങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പല സ്ഥലങ്ങളിലും പ്രത്യക്ഷങ്ങൾ നൽകി, മരിയൻ അപ്പാരിഷൻസ് എന്ന് നമ്മൾ പറയും, പരിശുദ്ധ മറിയം ഇന്നും വിവിധങ്ങളായ സന്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തിരുസഭയിൽ പരിശുദ്ധ മറിയത്തെ അഭിഭാഷക, സഹായിക, ഉപകാരിണി, മധ്യസ്ഥ, സഹരക്ഷക എന്നിങ്ങനെ അനേകം വിശേഷണങ്ങൾ നൽകി നാം ആദരിക്കുന്നു. പരിശുദ്ധ കന്യാമറിയത്തോട് തിരുസഭയ്ക്കുള്ളത് പ്രത്യേകമായ വണക്കമാണ്. നമ്മുടെ ക്രൈസ്തവ ആരാധനയിലെ ലിറ്റർജിയിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള പ്രത്യേക വണക്കം. മാതാവിനായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന തിരുനാളുകളിലും മിശിഹാരഹസ്യങ്ങളുടെ മുഴുവനും സംഗ്രഹമായ ജപമാല പോലെയുള്ള മരിയൻ പ്രാർത്ഥനകളിലും കന്യാമറിയത്തിനോടുള്ള ആദരവിന്റെ സൂചനയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇതിൽ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യം, പരിശുദ്ധ കന്യാമറിയത്തെ അതുപോലെ തന്നെ മറ്റു വിശുദ്ധരെ തിരുസഭ വണങ്ങുക മാത്രമാണ് ചെയ്യുന്നത്, ആരാധിക്കുന്നില്ല. ആരാധനയും വണക്കവും തമ്മിൽ വ്യത്യാസമുണ്ട്. പരമമായ ആരാധന ദൈവത്തിന് മാത്രമായി നൽകുന്നതാണ്. പരിശുദ്ധ കന്യാമറിയത്തെയും സഭയിലെ മറ്റു വിശുദ്ധരെയും നമ്മൾ ഒരിക്കലും ആരാധിക്കുന്നില്ല. അവരെ നമ്മൾ വണങ്ങുകയും അവരോട് മാധ്യസ്ഥ്യം അപേക്ഷിക്കുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ വിശുദ്ധരുടെ സമൂഹത്തിൽ തന്നെ ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തിന് നമ്മൾ സവിശേഷമായ വണക്കമാണ് നൽകുന്നത്. ഇതിനെ ഹൈപ്പർ ദുലിയ എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് എബവ് ഓൾ ഏഞ്ചൽസ് ആൻഡ് സെയിൻസ് മറിയത്തെ നമ്മൾ വണങ്ങുന്നു. ഇനി പരിശുദ്ധ കന്യാമറിയത്തിനോടുള്ള ഭക്തി നമ്മുടെ മാതൃസഭയായ സീറോ മലബാർ സഭയിൽ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിൽ പരിശുദ്ധ കന്യാമറിയത്തിനുള്ള അതുല്യമായ സ്ഥാനം മനസ്സിലാക്കിയ മാർത്തോമാ ക്രിസ്ത്യാനികൾ ആദിമകാലം തൊട്ടേ പരിശുദ്ധ മാതാവിനോട് പ്രത്യേക ഭക്തി പുലർത്തിയവരായിരുന്നു. അതിന് ഉത്തമമായ ഉദാഹരണങ്ങളാണ് പരിശുദ്ധ കന്യാമറിയത്തിന്റെ നാമത്തിലുള്ള ദേവാലയ സ്ഥാപനം. ആദിമ സീറോ മലബാർ സഭയിലെ അല്ലെങ്കിൽ മാർത്തോമാ നസ്രാണികളുടെ സഭയിലെ ദേവാലയങ്ങൾക്കെല്ലാം പരിശുദ്ധ കന്യാമറിയത്തിന്റെ നാമകരണമാണ് ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ കാര്യമാണ്, മാമോദിസായിൽ ഭൂരിഭാഗം പേരും പെൺകുട്ടികൾ സ്വീകരിച്ചിരുന്ന മാതാവിന്റെ നാമം വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. മൂന്നാമത്തെ കാര്യം, മാർത്തോമാ നസ്രാണികൾ പിന്തുടർന്നിരുന്ന യാമപ്രാർത്ഥനകളിൽ വളരെ സവിശേഷമാം വിധം പരിശുദ്ധ ദൈവമാതാവിനെ പല സ്ഥലങ്ങളിലായി അനുസ്മരിക്കുന്നുണ്ട്. പരിശുദ്ധ മാതാവിന്റെ വണക്കത്തോട് ബന്ധപ്പെട്ട് 15 നോമ്പ്, 8 നോമ്പ് എന്ന സവിശേഷമായ നോമ്പാചരണങ്ങൾ നമ്മുടെ സഭയിലുള്ള വളരെ പ്രത്യേകമായ കാര്യമാണ്. പരിശുദ്ധ മാതാവിന്റെ പല തിരുനാളുകൾ വളരെ ഭക്തിപൂർവ്വം നമ്മൾ ആഘോഷിക്കുന്നു. ജപമാല പ്രാർത്ഥനയും പരിശുദ്ധ മാതാവിനോടുള്ള മറ്റു മാധ്യസ്ഥ പ്രാർത്ഥനകളും നാം നിരന്തരം ഉപയോഗിക്കുന്നു. ഇതെല്ലാം വഴി പരിശുദ്ധ കന്യാമറിയത്തോടുള്ള സവിശേഷമായ ഭക്തി നമ്മുടെ സഭയിൽ നിലനിൽക്കുന്നു. മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ പൗരസ്ത്യ സഭകളുടെ പാരമ്പര്യത്തിൽ പരിശുദ്ധ അമ്മയെ അനുസ്മരിക്കുന്നതിനായി പ്രത്യേകം നീക്കിവച്ചിരിക്കുന്ന ദിവസങ്ങളാണ് ആഴ്ചയിലെ ബുധനാഴ്ചകൾ. യാമപ്രാർത്ഥനകളിൽ ഈ ദിവസം പരിശുദ്ധ മാതാവിനെ പ്രത്യേകം അനുസ്മരിക്കുന്നുണ്ട്.
എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥനകളിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ സഭയിലെ എല്ലാ കുടുംബത്തിലും നിലനിൽക്കുന്ന ശക്തമായ മരിയൻ വണക്കത്തിന്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ്. നമ്മുടെ ആരാധനാക്രമത്തിൽ തന്നെ കർത്താവിന്റെ തിരുനാളുകൾ കഴിഞ്ഞാൽ നാം പ്രമുഖ സ്ഥാനം നൽകിയിരിക്കുന്നത് പരിശുദ്ധ കന്യാമറിയത്തിന്റെ തിരുനാളുകൾക്കാണ്. ഇനി ചിത്രകലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പൗരസ്ത്യ സഭയുടെ പാരമ്പര്യത്തിൽ ഉണ്ണീശോയെ വഹിക്കുന്ന മാതാവിനെയാണ് പൊതുവിൽ എല്ലായിടത്തും ചിത്രങ്ങളിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. കാരണം പരിശുദ്ധ മാതാവിന്റെ പ്രാധാന്യം എപ്പോഴും ഈശോയോട് ബന്ധപ്പെടുത്തിയാണ് നാം മനസ്സിലാക്കേണ്ടത്. കാരണം ഈശോയുടെ അമ്മ ആയതിലൂടെയാണ് പരിശുദ്ധ കന്യാമറിയത്തിന്റെ സവിശേഷ വണക്കത്തിന്റെ അടിസ്ഥാന കാരണമുണ്ടാകുന്നത്. മാതാവിനോടുള്ള ഭക്തി എന്നും ഈശോയിലേക്ക് നയിക്കുന്നതായിരിക്കണം. ഈശോയിലേക്ക് കൈപിടിച്ച് നടത്തുന്ന മാധ്യസ്ഥയാണ് പരിശുദ്ധ കന്യകാമറിയം. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള സഭയുടെ കാഴ്ചപ്പാടിനെക്കുറിച്ചും അതിസവിശേഷമായ വണക്കത്തെക്കുറിച്ചും നാം വ്യക്തമായി മനസ്സിലാക്കി. പരിശുദ്ധ കന്യകാമറിയത്തിന് ശേഷം അല്പം കൂടി ഉയർന്ന വണക്കം സഭയിൽ നാം നൽകുന്നത് വിശുദ്ധ യൗസേപ്പിതാവിനാണ്. ഈശോയുടെയും മറിയത്തിന്റെയും സാന്നിധ്യത്തിൽ രക്ഷാകര രഹസ്യങ്ങളുടെ സാക്ഷിയും കാവൽക്കാരനുമായി ജീവിക്കാൻ വിശുദ്ധ യൗസേപ്പിതാവ് ജീവിതം സമർപ്പിച്ചവനാണ്. മറിയമല്ലാതെ ജോസഫിനെ പോലെ മനുഷ്യാവതാര രഹസ്യങ്ങളിൽ പങ്കുചേരാൻ ഈ ഭൂമിയിൽ മറ്റാരും ഉണ്ടായിട്ടില്ല. ആഗോള സഭ മാർച്ച് 19-നാണ് മാർ യൗസേപ്പിതാവിന്റെ മരണത്തിരുനാളും മെയ് 1-നാണ് തൊഴിലാളികളുടെ മധ്യസ്ഥൻ എന്ന നിലയിലുള്ള തിരുനാളും ആചരിക്കുന്നത്. ഈശോയുടെ വളർത്തുപിതാവ്, തിരുസഭയുടെ സംരക്ഷകൻ, തിരുക്കുടുംബത്തിന്റെ കാവൽക്കാരൻ, നല്ല മരണത്തിന്റെ മധ്യസ്ഥൻ, തൊഴിലാളികളുടെ സ്വർഗീയ മധ്യസ്ഥൻ എന്നീ വിശേഷണങ്ങളെല്ലാം വിശുദ്ധ യൗസേപ്പിതാവിന് നാം നൽകുന്നു. ഈ രണ്ട് വണക്കങ്ങളും കഴിഞ്ഞാൽ ഒരു സീറോ മലബാർ സഭ അംഗം എന്ന നിലയിൽ നാം നൽകുന്ന മറ്റൊരു സവിശേഷ വണക്കം നമ്മുടെ സഭയുടെ പിതാവായ മാർ തോമാസ് ലീഹായ്ക്കാണ്. തോമാസ് ലീഹായുടെ രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മ ദുഃഖാന തിരുനാൾ എന്ന പേരിൽ ജൂലൈ 3-നാണ് നാം ആഘോഷിക്കുന്നത്. നമ്മുടെ സീറോ മലബാർ സഭയിൽ ഇത് കടമുള്ള ദിവസമാണ്. നമ്മുടെ പിതാവായ മാർ തോമാസ് ലീഹായോടുള്ള ആദരസൂചകമായിട്ടാണ് നമ്മുടെ സഭയുടെ ആസ്ഥാന കാര്യാലയത്തിന് മൗണ്ട് സെന്റ് തോമസ് എന്ന പേര് നൽകിയിരിക്കുന്നത്. അടുത്തതായി നാം പരിചയപ്പെടാൻ പോകുന്നത് വളരെ മനോഹരമായ ഒരു ആശയമാണ് കത്തോലിക്ക സഭയിൽ. നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ അവസാനത്തെ ഭാഗത്തിൽ ഏറ്റുപറയുന്ന ഒരു വിശ്വാസ സത്യമാണ് പുണ്യവാന്മാരുടെ ഐക്യം. എന്താണ് പുണ്യവാന്മാരുടെ ഐക്യം? യുകാറ്റിലെ 146-ാമത്തെ ചോദ്യത്തിൽ ഇത് വ്യക്തമായി പറയുന്നുണ്ട്. ഈശോ മിശിഹായിൽ പ്രത്യാശ വയ്ക്കുന്ന, മാമോദിസായിലൂടെ അവിടുത്തേതായിരിക്കുന്ന ജീവിക്കുന്നവരും മരണം മൂലം വേർപിരിഞ്ഞു പോയവരുമായ എല്ലാ വിശ്വാസികളെയും ഉൾക്കൊള്ളുന്നതാണ് പുണ്യവാന്മാരുടെ ഐക്യം. അതായത് നിത്യ ശിക്ഷാവിധിയായി നരകത്തിൽ പതിച്ചവർ ഒഴികെ എല്ലാവരുമായി ഒരു ബന്ധം നമ്മൾ തുടരുകയാണ്, ഒരു കണക്ഷൻ. അതായത് ഈ ഭൂമിയിൽ ജീവിക്കുന്നവരായ നമ്മളും ഇവിടെ നിന്ന് മരണമടഞ്ഞു പോയവരും ഒരേ സഭയുടെ അംഗങ്ങൾ തന്നെയാണ്. ഇങ്ങനെ മരണമടഞ്ഞവർ ഒന്നുകിൽ ശുദ്ധീകരണ സ്ഥലത്ത് വിശുദ്ധീകരണ പ്രക്രിയയ്ക്ക് വിധേയരായവരായിരിക്കും, അല്ലെങ്കിലോ അവർ തങ്ങളുടെ വിശുദ്ധ ജീവിതത്തിന്റെ ഫലമായി സ്വർഗീയ മഹത്വം പ്രാപിച്ചു കഴിഞ്ഞിരിക്കും. ഇത്തരത്തിൽ സ്വർഗീയ മഹത്വം പ്രാപിച്ചവർക്കാണെങ്കിൽ നമുക്ക് വേണ്ടി, അതായത് ഭൂമിയിലുള്ളവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥനകൾ നൽകാൻ കഴിയും. അതുപോലെ ഭൂമിയിലുള്ളവർക്കോ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥന, ഉപവാസം, പ്രായശ്ചിത്തം, ഉപവി പ്രവൃത്തികൾ എന്നിവ വഴി സഹായിക്കാനും കഴിയും. ആ ഒരു ആശയത്തെക്കുറിച്ച് ഒന്നുകൂടി മനോഹരമായി ചിന്തിക്കുകയാണെങ്കിൽ, ഭൂമിയിലെ നല്ല ജീവിതം വഴി സ്വർഗഭാഗ്യം പ്രാപിച്ചവർക്ക് സ്വർഗത്തിലിരുന്ന് ഭൂമിയിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കും. അതേസമയം ശുദ്ധീകരണ സ്ഥലത്തിൽ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് വിധേയരാകുന്നവർക്ക് വേണ്ടി ഭൂമിയിലുള്ളവർക്ക് ഭൂമിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കും. ഇങ്ങനെ ഇവരെല്ലാവരും ചേർന്ന് കണക്റ്റഡായി ഇരിക്കുന്ന ഒരു പ്രത്യേക അവസ്ഥ, അതായത് സ്വർഗവും ഭൂമിയും കൂട്ടിയിണക്കപ്പെടുന്ന ഈ രണ്ട് തലങ്ങളും ഒരുമിച്ചാക്കപ്പെടുന്ന ഒരു വലിയ ഐക്യം, ഇതാണ് സഭയിലെ പുണ്യവാന്മാരുടെ ഐക്യം. അത് വളരെ മനോഹരമായ ഒരാശയമാണ്. നമുക്കറിയാം, ഭൂമിയിലെ വിശുദ്ധ ജീവിതം വഴി സ്വർഗീയ മഹത്വം പ്രാപിച്ച ഒരുപാട് ആത്മാക്കൾ ഉണ്ടായിരുന്നു. അവയിൽ തന്നെ അനേകം പേരെ കത്തോലിക്ക സഭ വിശുദ്ധരായി പ്രഖ്യാപിച്ചു. ഈ വിശുദ്ധരെല്ലാം നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ഈ വിശുദ്ധരെയെല്ലാം കത്തോലിക്ക സഭയിൽ നമ്മൾ വണങ്ങുകയും ചെയ്യും. അപ്പോൾ എന്താണ് ഈ വിശുദ്ധരോടുള്ള വണക്കം? തിരുശേഷിപ്പുകൾ വണങ്ങുന്നത് അനുവദനീയമാണോ? വിശുദ്ധരോടുള്ള വണക്കം യഥാർത്ഥത്തിൽ വിഗ്രഹാരാധനയാണോ? വിശുദ്ധർ എങ്ങനെയെല്ലാം നമ്മെ സഹായിക്കുന്നു,
നമ്മളെല്ലാവരും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരാണോ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം നമുക്കുണ്ടാകും. നമ്മളെല്ലാവരും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവർ തന്നെയാണ്. വിശുദ്ധ പത്രോസ്ലീഹായുടെ 1-ാം ലേഖനത്തിൽ 1-ാം അധ്യായം 16-ാം വാക്യം, "ഞാൻ പരിശുദ്ധനായിരിക്കുന്നതുകൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കുക." അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 48-ാം വാക്യം, "അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നതുപോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ." ഈ വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത് ആർക്കും അപ്രാപ്യമായ ഒരു സംഗതിയല്ല. മനുഷ്യരായ നമ്മളെല്ലാവരും വിശുദ്ധിയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ, ജീവിത ലക്ഷ്യങ്ങളെ ദൈവത്തോടുള്ള സ്നേഹത്തിൽ ചേർത്തുവെച്ച് ഐക്യപ്പെടുത്തുമ്പോൾ, അവിടുത്തെ ആഗ്രഹങ്ങളോട് പൂർണ്ണമായും ചേർന്നിരിക്കുമ്പോൾ, നമുക്കെല്ലാവർക്കും വിശുദ്ധിയിലേക്കും വിശുദ്ധ ജീവിതത്തിലേക്കും എത്തിപ്പെടാനായിട്ട് സാധിക്കും. അടുത്ത ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, വിശുദ്ധരുടെ പ്രതിമകളെ വണങ്ങുന്നത് വിഗ്രഹാരാധനയാണോ എന്നുള്ളതാണ്. നമ്മുടെ കത്തോലിക്കാ ദേവാലയങ്ങളിലും എല്ലാം ഒരുപാട് കാണുന്ന വിശുദ്ധരുടെ പ്രതിമകൾ തിരുനാളിനോടനുബന്ധിച്ചും അല്ലാത്തപ്പോഴും നമ്മൾ വണങ്ങുന്നുണ്ട്. ഈ വണക്കം ഒരിക്കലും ഒരു ആരാധനയല്ല. ഒരു വിശുദ്ധന്റെ രൂപത്തിൽ, പ്രകൃതിയിലെ ചില പദാർത്ഥങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു വിശുദ്ധന്റെ രൂപത്തിൽ സവിശേഷമായ ഒരു ശക്തി നിലകൊള്ളുന്നു എന്ന് വിശ്വസിച്ച് അതിനെ ആരാധിക്കുന്ന ഒരു പതിവല്ല കത്തോലിക്ക സഭയിലുള്ളത്. അങ്ങനെ ഒരു വിശ്വാസവുമല്ല. പിന്നെയോ, ഒരു വ്യക്തിയെ ആദരിക്കാൻ, ഒരു വ്യക്തിയെ ബഹുമാനിക്കാൻ നമ്മൾ അവരുടെ ചിത്രങ്ങൾ ഉപയോഗിക്കും. അത് ചിലപ്പോൾ നമ്മളുടെ മരിച്ചുപോയ പിതാവിന്റെയോ മാതാവിന്റെയോ പൂർവികരുടെയോ ചിത്രങ്ങൾ നമ്മൾ ബഹുമാനത്തോടുകൂടി ആദരിക്കുന്നത് പോലെ തന്നെ, ഭൂമിയിൽ വിശുദ്ധ ജീവിതം നയിച്ച് ഭൂമിയിൽ നിന്ന് വേർപിരിഞ്ഞ് അതേസമയം വിശുദ്ധിയിൽ സ്വർഗത്തിലായിരിക്കുന്ന വിശുദ്ധരെ ആദരവോടുകൂടി സ്മരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചില പ്രതീകങ്ങളാണ് ഈ പ്രതിമകൾ. അതുകൊണ്ട് ഈ പ്രതിമകളെ വണങ്ങുക അല്ലെങ്കിൽ അതിനോട് ആദരവ് പ്രകടിപ്പിക്കുക എന്നുള്ള പ്രവൃത്തിയാണത്. അല്ലാതെ അതൊരു ആരാധനയല്ല. അതുപോലെ തന്നെ ഒരു തിരുശേഷിപ്പ് എന്ന് പറയുന്നത് ഒരു വിശുദ്ധന്റെ ശരീരത്തിൽ അല്ലെങ്കിൽ ഒരു വിശുദ്ധനിൽ ദൈവം നടത്തിയ ഒരു വലിയ പ്രവൃത്തിയാണ്. അതായത് സ്വയം സമർപ്പിച്ച വിശുദ്ധരിൽ ദൈവം നടത്തിയ അത്ഭുതകരമായ ഒരു പ്രവൃത്തിയാണ് തിരുശേഷിപ്പ്. അപ്പോൾ ആ തിരുശേഷിപ്പിനോടുള്ള ആദരവ് പ്രകടിപ്പിക്കുക, തിരുശേഷിപ്പിനെ വണങ്ങുക എന്നുള്ളത് ദൈവത്തിനെ വണങ്ങുക, ദൈവശക്തിയെ വണങ്ങുക എന്നുള്ള പ്രവൃത്തിയാണ്. അതുകൊണ്ട് ഈ രണ്ടു രീതിയിൽ വേണം കത്തോലിക്ക സഭയിൽ തിരുശേഷിപ്പിനെയും വിശുദ്ധരുടെ പ്രതിമകളെയും വണങ്ങുന്നതിനെ മനസ്സിലാക്കാൻ. വിശുദ്ധർ ഇനി എങ്ങനെയാണ് നമ്മളെ സഹായിക്കുക? നമ്മൾ ഇതുവരെ പറഞ്ഞതുപോലെ തന്നെ വിശുദ്ധരെല്ലാവരും സ്വർഗത്തിൽ ദൈവത്തോടൊത്ത് ആയിരിക്കുന്നവരാണ്. സവിശേഷമായ വിധം മാധ്യസ്ഥ ശക്തി ഉള്ളവരാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിലും അവർക്ക് ദൈവത്തോട് മാധ്യസ്ഥം യാചിക്കാൻ സാധിക്കും. കാരണം സ്വർഗത്തിൽ മിശിഹായോട് കൂടുതൽ ഐക്യപ്പെട്ടിരിക്കുന്നവരാണ് അവർ. നമുക്ക് മുൻപേ ഈശോയെ അനുഗമിച്ച് വിശുദ്ധിയുടെ മാർഗം പിന്തുടർന്നവരായ അവരുടെ മാധ്യസ്ഥം യാചിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യജീവിതം നയിക്കാൻ സഹായകമാകും. ഇനി നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു പ്രധാനപ്പെട്ട സംശയമാണ്, കത്തോലിക്ക സഭയിൽ ഇത്രയധികം വിശുദ്ധരെ എങ്ങനെയാണ് പ്രഖ്യാപിക്കുന്നത്? ആർക്കെങ്കിലും അങ്ങനെ പെട്ടെന്ന് വിശുദ്ധനാകാൻ സാധിക്കുമോ? എന്താണ് അതിന്റെ പുറകിലുള്ള ഒരു പ്രവൃത്തി എന്നുള്ളത്? തങ്ങളുടെ ജീവിതത്തിൽ സവിശേഷമായ പുണ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് ജീവിച്ച് മരിച്ച് മഹത്വം പ്രാപിച്ചവരാണ് വിശുദ്ധർ. വിശുദ്ധ പദവിയിലേക്ക് ഒരു വ്യക്തിയെ ഉയർത്തുന്നതിന് വ്യക്തമായും സവിശേഷമായും കൃത്യമായ നടപടിക്രമങ്ങൾ നമ്മുടെ സഭയിലുണ്ട്, കത്തോലിക്ക സഭയിലുണ്ട്. അത് കത്തോലിക്ക സഭയിലെ അംഗമായ 24 വ്യക്തിസഭകളിലും ഉള്ള ഏതു വ്യക്തിയാണെങ്കിലും സവിശേഷമാം വിധം വിശുദ്ധിയിൽ ജീവിച്ച് മരിച്ച് ഒരു വിശുദ്ധ പദവിക്ക് അർഹനാണെന്നുള്ള പരിഗണനകൾ വന്നാൽ ഇതേ ചട്ടക്രമമാണ് പിന്തുടരുന്നത്. ഇതിനായി പ്രധാനപ്പെട്ട വേണ്ട കാര്യങ്ങൾ, ആ വ്യക്തിയുടെ പുണ്യങ്ങളെക്കുറിച്ചുള്ള സമൂഹത്തിന്റെ സാക്ഷ്യം ആവശ്യമാണ്. ഈ സാക്ഷ്യങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ അതിനെ രൂപതാതലത്തിൽ അതിസൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഈ പറയുന്ന സാക്ഷ്യങ്ങളെല്ലാം സത്യമാണോ അല്ലെങ്കിൽ ഒരു സാഹിത്യ സൃഷ്ടിയാണോ എന്നുള്ളതെല്ലാം. അടുത്ത കാര്യം, ഈ വ്യക്തിയുടെ വിശുദ്ധിക്ക് തെളിവായ സംഭവങ്ങളുടെയും മാധ്യസ്ഥ സഹായത്താൽ ലഭിച്ച അത്ഭുതങ്ങളെയും പരിശോധിച്ച് ഉറപ്പിക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും വ്യക്തമായ അത്ഭുതങ്ങളോ സംഭവങ്ങളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വസ്തുനിഷ്ഠതയെക്കുറിച്ച് വ്യക്തമായി അന്വേഷിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇതിനെല്ലാം ശേഷം വത്തിക്കാൻ കാര്യാലയത്തിലെ ദൈവശാസ്ത്ര വിദഗ്ധരുടെ ഒരു പരിശോധനയുണ്ട്. ദൈവശാസ്ത്രത്തിൽ അത്യധികം അഗാധമായ വിധം അറിവുകളുള്ള ദൈവശാസ്ത്ര വിദഗ്ധർ ഈ പ്രത്യേക വിഷയത്തെ, ഈ വിശുദ്ധ വ്യക്തിയുടെ ജീവിതത്തെ വീണ്ടും കൃത്യമായി പരിശോധിച്ച് വ്യക്തതകൾ വരുത്തും. ഇതിന്റെ ഏറ്റവും ഒടുവിലാണ് മാർപ്പാപ്പയുടെ തീരുമാനം സംഭവിക്കുന്നത്.
ഈ മാർപ്പാപ്പയുടെ തീരുമാനം സംഭവിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ ആദ്യമായി വിശുദ്ധൻ എന്നല്ല വിശേഷിപ്പിക്കുന്നത്. അതിന് വീണ്ടും 4 ഘട്ടങ്ങളുണ്ട്. ഇത്രയും പ്രോസസ്സുകളുടെ ഭാഗമായി ആദ്യമായി ഇതിനിടയ്ക്ക് തന്നെ ഒരു വ്യക്തിയെ ആദ്യമായി ദൈവദാസൻ അല്ലെങ്കിൽ ദൈവദാസി എന്ന് പ്രഖ്യാപിക്കുന്നു. വീണ്ടും ഈ പ്രോസസ്സുകൾ തുടരുന്നു. അതിനുശേഷം ഒരു പടി കൂടി ആ വ്യക്തി വിശുദ്ധിയിലേക്ക് മുന്നിലെത്തിയിട്ടുണ്ട് എന്ന് ഔദ്യോഗികമായ സ്ഥിരീകരണം ലഭിക്കുമ്പോൾ ധന്യൻ, ധന്യ എന്ന ഒരു പദവിയിലേക്ക് ഉയർത്തുന്നു. അതിനുശേഷം വീണ്ടും വാഴ്ത്തപ്പെട്ടവൻ, വാഴ്ത്തപ്പെട്ടവൾ എന്നുള്ള മൂന്നാമത്തെ ഒരു സ്റ്റേറ്റിലേക്ക് എത്തുന്നു. ഏറ്റവും അവസാനമാണ് പരിശുദ്ധ സിംഹാസനത്തിലൂടെ അല്ലെങ്കിൽ മാർപ്പാപ്പ ഒരു വ്യക്തിയെ വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധ എന്ന് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ നമ്മൾ പരിശുദ്ധ കന്യാമറിയത്തെക്കുറിച്ചും പരിശുദ്ധ മറിയത്തോടുള്ള അതിവിശിഷ്ട വണക്കത്തെക്കുറിച്ചും അനേകം വിശുദ്ധരെക്കുറിച്ചും അവരോടുള്ള വണക്കത്തെക്കുറിച്ചുമെല്ലാം വ്യക്തമായി മനസ്സിലാക്കി. അതുപോലെ പുണ്യവാന്മാരുടെ ഐക്യമെന്ന കത്തോലിക്ക സഭയുടെ വളരെ മനോഹരമായ ഹൃദയസ്പർശിയായ ഒരു ആശയത്തെക്കുറിച്ചും നാം മനസ്സിലാക്കി. സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം ഒരു തീർത്ഥാടനമാണ്. അതിൽ നമ്മുടെ വഴിവിളക്കുകളായി ശോഭിക്കുന്നവരാണ് പരിശുദ്ധ കന്യാമറിയവും യൗസേ പിതാവും തോമാസ് ലിഹായും മറ്റനേകം വിശുദ്ധരും. അവരുടെ ഗണത്തിലേക്ക് ചേർക്കപ്പെടാൻ അതിയായി ആഗ്രഹിച്ചുകൊണ്ട് തന്നെ വേണം നമ്മളും ജീവിക്കാൻ. നമ്മുടെ ജീവിതത്തെ ഈശോയോട് കൂടുതൽ ചേർത്ത് വയ്ക്കാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ എല്ലാവരുടെയും വിളിയും വിശുദ്ധിയിലേക്ക് തന്നെയാണ്. ദ കോൾ ഈസ് ടു ഹോളിനെസ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.